ചെക്കുകൾ വഴി പണമിടപാടുകൾ നടത്തുന്നവരാണ് നിങ്ങളെങ്കിൽ RBIയുടെ ഈ പുതിയ നിയമം നിങ്ങൾ അറിയാതെ പോകരുത്. ഹലോ ഫ്രണ്ട്സ്, ടിപ്ടോക്ക് മലയാളത്തിൻ്റെ ഒരു പുത്തൻ അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഇതാണ്. ചെക്കുകൾ ഉപയോഗിച്ചിട്ടാണ് നിങ്ങളുടെ ബാങ്കിലെ ഇടപാടുകൾ നടത്തുന്നതെങ്കിൽ നിങ്ങൾ ഈ RBIയുടെ പുതിയ നിയമം അറിയാതെ പോകരുത്. RBIയുടെ തീരുമാനം അനുസരിച്ച് ഇന്ത്യയിലുള്ള എല്ലാ ബാങ്കുകളിലും പോസിറ്റീവ് പേ സിസ്റ്റം എന്ന ഒരു പുതിയ നിയമം കൂടി നടപ്പാക്കിയിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ പോസിറ്റീവ് പേ സിസ്റ്റം എന്നുള്ളതിനെക്കുറിച്ച് അത്യാവശ്യം ചിലരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടാവാം. എന്നിരുന്നാൽ തന്നെയും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് പറയുന്നത് ഒരു പക്ഷേ നിലവിൽ പല ബാങ്കുകളും ഈ നിയമം ആൾറെഡി നടപ്പിലാക്കിയിട്ടുണ്ട്. ഈ ജനുവരി 1 മുതലാണ് ഇത് എഫക്റ്റീവായി തുടങ്ങുന്നത്. അപ്പോൾ എന്താണ് പോസിറ്റീവ് പേ സിസ്റ്റം എന്നുള്ളതിനെക്കുറിച്ചും എങ്ങനെയാണ് അത് ചെയ്യുന്നതിനെക്കുറിച്ചുമാണ് ഈ വീഡിയോയിൽ കൂടി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്നാൽ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർ ഫെഡറൽ ബാങ്കിൽ നമുക്ക് എങ്ങനെ ഈ പോസിറ്റീവ് പേ സിസ്റ്റം നമുക്ക് എങ്ങനെ ആഡ് ചെയ്തുകൊണ്ട് നമ്മുടെ പണമിടപാടുകൾ സുതാര്യമാക്കാം, അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. ഇനിയും എൻ്റെ പ്രിയ സുഹൃത്തുക്കളിൽ ആരെങ്കിലും എൻ്റെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന തരത്തിലുള്ള വീഡിയോകളായിരിക്കും ഈ ടിപ്ടോക്ക് മലയാളം എന്നെ ഈ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം എന്താണ് ഈ പോസിറ്റീവ് പേ സിസ്റ്റം. പോസിറ്റീവ് പേ സിസ്റ്റം എന്നാൽ RBIയുടെ ഒരു പുതിയ സെക്യൂരിറ്റി സിസ്റ്റമാണ്, ഒരു ഡബിൾ ലെയർ സെക്യൂരിറ്റി. നോർമലി നമ്മൾ ഇതുവരെ ചെക്കുകൾ ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ എമൗണ്ട് എഴുതുക, നമ്മുടെ സിഗ്നേച്ചർ ചെയ്യുക, നമ്മുടെ പേരെഴുതുക. ഇത് നമ്മൾ ചെയ്ത് ആർക്കെങ്കിലും കൊടുക്കുക, അവർ അത് ബാങ്കിൽ പോയി ക്യാഷാക്കി മാറ്റുക. ഇതായിരുന്നു ഇപ്പോഴത്തെ നിലവിലുള്ള സിസ്റ്റം. എന്നാൽ ഇനി അത് സാധ്യമാകില്ല. നമ്മൾ പോസിറ്റീവ് പേ സിസ്റ്റം കൂടി ആ ഒരു സെക്യൂരിറ്റി ഡബിൾ ലെയർ സെക്യൂരിറ്റി കൂടി നമ്മൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്കിലെ അക്കൗണ്ടുകളിൽ നിന്ന് നിങ്ങളുടെ പണങ്ങൾ ഈ ചെക്കുകൾ ഉപയോഗിച്ച് പിൻവലിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ സെക്യൂരിറ്റി ഡബിൾ ലെയർ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ ആർക്കാണോ ചെക്കുകൾ കൊടുക്കുന്നത് അവരുടെ ഡീറ്റെയിലും നമ്മുടെ ചെക്കിൻ്റെ നമ്പർ, നമ്മളുടെ ചെക്കിൻ്റെ ഡീറ്റെയിൽ, നമ്മളുടെ എമൗണ്ട് ഇതെല്ലാം മുൻകൂട്ടി തന്നെ നമ്മുടെ ബാങ്കിനെ നമ്മൾ അറിയിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഈ ചെക്കുമായി പോകുന്ന ആൾക്കാർ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിലും ഈ ചെക്കിലെ ഡീറ്റെയിലും തമ്മിൽ ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഈ പണം പിൻവലിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അതിനെക്കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ പല ബാങ്കുകൾ അവരുടേതായ സോഫ്റ്റ്വെയറുകൾ മൊബൈൽ SMS വഴിയും പല രൂപത്തിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് ഫെഡറൽ ബാങ്കിൽ മാത്രമാണ്. അപ്പോൾ ഫെഡറൽ ബാങ്കിലെ അക്കൗണ്ട് ഉള്ളവർ ഈ സ്റ്റെപ്പുകൾ ഫോളോ ചെയ്താൽ മാത്രം മതിയാകും. അപ്പോൾ ഇനി നമുക്ക് നോക്കാം ഇത് ആർക്കൊക്കെയാണ് ഈ സെക്യൂരിറ്റി സിസ്റ്റം നമ്മൾ ആക്റ്റീവ് ചെയ്യേണ്ടത്. അതിൽ RBI പറയുന്നത് ഒന്നാമതായി 50,000 രൂപയ്ക്ക് താഴെയാണ് നിങ്ങൾ ഇടപാടുകൾ നടത്തുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. എന്നാൽ 50,000 മുതൽ 5 ലക്ഷം വരെയാണ് നിങ്ങളുടെ എമൗണ്ടുകൾ ഈ ചെക്കുകൾ വഴി നടത്തുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം. ഇത് 2 ഓപ്ഷൻസാണ് ഈ ബാങ്കുകൾ ഈ RBI തരുന്നത്. എന്നിരുന്നാൽ തന്നെ ചെയ്യുന്നതാണ് വളരെ ബെറ്റർ. കാരണം ഏതെങ്കിലും തരത്തിലുള്ള തട്ടിപ്പുകൾ ഈ 5 ലക്ഷം എമൗണ്ടിന് ഇടയിൽ സംഭവിച്ചാൽ നിങ്ങൾക്ക് ബാങ്കിന് കംപ്ലയിൻറ്റ് ചെയ്യാൻ സാധിക്കില്ല. മൂന്നാമതായിട്ടുള്ള ഓപ്ഷൻ 5 ലക്ഷത്തിന് മുകളിലുള്ള എല്ലാ തരം ഇടപാടുകൾക്കും ഇത് നിർബന്ധമായും ചെയ്തിരിക്കണം. അപ്പോൾ നമ്മളിൽ പലരും ഈ ചെക്കുകൾ ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തുന്നവരാണ്. സോ അങ്ങനെയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുക, ഈ ഒരു നിയമം നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ അതിനായി ഫെഡ് നെറ്റ് വഴിയോ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫെഡറൽ ബാങ്കിൻ്റെ ഫെഡ് പോയിൻ്റ് എന്ന ഈ ഒരു വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ളൊരു ഇൻ്റർഫേസിലായിരിക്കും നിങ്ങൾ വന്നെത്തുക. ആദ്യം തന്നെ ഇതിൻ്റെ ഈ ഹോം പേജിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് എൻ്റർ യുവർ അക്കൗണ്ട് നമ്പർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ നിങ്ങൾ എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ബാങ്കിൽ കൊടുത്തിരിക്കുന്ന ആ മൊബൈൽ നമ്പറിലേക്ക് ഒരു ബാങ്കിൽ നിന്ന് ഒരു OTP നമ്പർ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ആ OTP നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം തൊട്ട് താഴെ കാണുന്ന ആ ക്യാപ്ച കോഡ് കൂടി നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും, ഇപ്പോൾ നമ്മളൊരു പുതിയ പേജിലേക്ക് പോയിരിക്കുകയാണ്. വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. അതിൽ ചെക്ക് ബുക്ക് റിക്വസ്റ്റ്, KYC സ്റ്റാറ്റസ്, ഇമെയിൽ അപ്ഡേഷൻ, ഡെബിറ്റ് കാർഡ് ആപ്ലിക്കേഷൻ, അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസിലുണ്ട്. അതിൽ ഏറ്റവും ലാസ്റ്റായി കൊടുത്തിരിക്കുന്ന പോസിറ്റീവ് പേ സിസ്റ്റം എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് നമ്മൾ സെലക്ട് ചെയ്യുക. പോസിറ്റീവ് പേ സിസ്റ്റം എന്നുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പുതിയ പേജ് നമുക്ക് ഓപ്പണായി വരുന്നത് ഇവിടെ കാണാൻ കഴിയും.
ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാവുന്നതാണ് ന്യൂ എൻട്രി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും പേയ് നമ്പർ, ചെക്ക് ഡേറ്റ്, എമൗണ്ട്, ആ ചെക്കിൻ്റെ സ്റ്റാറ്റസ് എന്താണ്, ആ ചെക്കിൻ്റെ ആക്ഷൻ, ബാങ്കുകാർ എടുത്തിരിക്കുന്ന ആക്ഷൻ എന്തൊക്കെയാണ്, ഇതെല്ലാം നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നമ്മൾ ആർക്കാണോ ചെക്കുകൾ കൊടുത്തിട്ടുള്ളത് ആ ചെക്കിൻ്റെ ഡീറ്റെയിൽ ഇവിടെ നമ്മൾ ഫില്ല് ചെയ്യുക. അതിനായി ന്യൂ എൻട്രി എന്നുള്ള ഈ മുകളിൽ കാണുന്ന ന്യൂ എൻട്രി നമ്മൾ സെലക്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ന്യൂ എൻട്രി സെലക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ന്യൂ എൻട്രിയിൽ സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഓപ്ഷൻസാണ് ഇതിൽ കാണിക്കുന്നത്. ഇതിനകത്ത് ചെക്കിൻ്റെ ഡേറ്റ് കൊടുക്കാൻ പറയുന്നുണ്ട്. അതിനുശേഷം ട്രാൻസാക്ഷൻ കോഡ് എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോയിൽ കാണുന്ന, ഈ ഫോട്ടോയിൽ കാണുന്ന ട്രാൻസാക്ഷൻ കോഡ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ട്രാൻസാക്ഷൻ കോഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചെക്ക് ലീഫിൻ്റെ ഏറ്റവും താഴെയായി കാണുന്ന വലത് സൈഡിൽ കാണുന്ന 2 അക്ക നമ്പറാണ് നമ്മുടെ ട്രാൻസാക്ഷൻ കോഡായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ആ ട്രാൻസാക്ഷൻ കോഡ്, നിങ്ങളുടെ ആ ചെക്കിൻ്റെ ട്രാൻസാക്ഷൻ കോഡ് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. വലത് സൈഡിൽ കാണുന്ന ചെക്കിൻ്റെ നമ്പർ നിങ്ങളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന, ഡിസ്പ്ലേയിൽ കാണിച്ചിരിക്കുന്ന ആ ഒരു സാമ്പിൾ ചെക്കിൽ കൊടുത്തിരിക്കുന്ന ചെക്ക് നമ്പർ, ഇടത് സൈഡിലായിട്ട് കാണുന്ന ആ ചെക്ക് നമ്പർ നിങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. അതിനുശേഷം തൊട്ട് താഴെ അക്കൗണ്ട് നമ്പർ, അത് ഡിഫോൾട്ടായിട്ട് തന്നെ അവിടെ കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ തൊട്ട് താഴെ കാണുന്ന ഷോർട്ട് അക്കൗണ്ട് നമ്പർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതും നമ്മുടെ ഈ ചെക്ക് ലീഫിൽ തന്നെ ഉണ്ടാവുന്നതാണ്. നമ്മുടെ ചെക്ക് ലീഫിൻ്റെ ഏറ്റവും താഴെയായിട്ട് നമ്മുടെ ട്രാൻസാക്ഷൻ കോഡിൻ്റെ തൊട്ട് മുന്നിലായി കാണുന്ന ഒരു അക്കൗണ്ട് നമ്പറുണ്ട്, ഒരു ഷോർട്ട് അക്കൗണ്ട് നമ്പറുണ്ട്. ആ അക്കൗണ്ട് നമ്പർ നമ്മൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇഷ്യൂഡ് ടു, നിങ്ങൾക്ക് ആർക്കാണോ ഈ ചെക്ക് കൊടുത്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പേര് നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് എന്നുള്ള ബട്ടൺ നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ചെക്കിലെ ഫുൾ ഡീറ്റെയിൽ നമ്മൾ ഇതിൽ എൻ്റർ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ കൊടുത്തിട്ടുള്ള ഈ ഡീറ്റെയിലും ചെക്കിലെ ഡീറ്റെയിലും തമ്മിൽ ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും. ഫെഡറൽ ബാങ്കിലെ അക്കൗണ്ട് ഉള്ളവർ എല്ലാവരും ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ള ബാങ്കുകളിലെ അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ എല്ലാ ബാങ്കുകളുടെയും ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ചെക്കുകൾ വഴിയുള്ള തട്ടിപ്പുകൾ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഡബിൾ ലെയർ സിസ്റ്റം എല്ലാവരും ഉപയോഗിക്കുക. ഇനി മുതൽ ഇതായിരിക്കും RBIയുടെ പുതിയ നിയമം. അപ്പോൾ കാര്യങ്ങളെല്ലാം കണ്ട് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടുകൾ, നിങ്ങളുടെ ചെക്കുകൾ നിങ്ങൾ സേഫ് ആക്കുക, സെക്യൂരിറ്റിയോടുകൂടി കാര്യങ്ങളെല്ലാം ചെയ്യുക, നിങ്ങൾ തട്ടിപ്പിന് ഇരയാകാതിരിക്കുക. അപ്പോൾ ഇതുപോലുള്ള പുത്തൻ അറിവുകൾ ഇനിയും നിങ്ങളെ തേടി എത്തണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എൻ്റെ ഈ ടിപ്ടോക്ക് മലയാളം എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരു പുത്തൻ അറിവുമായി വീണ്ടും നമുക്ക് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.